ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളുടെ മരണവാർത്ത മാത്രമേ എന്നെ സന്തോഷിപ്പിക്കൂ. അതുമായിട്ട് നീ എന്നെ കാണാൻ വരാവൂ. ശരിയച്ച, എല്ലാം ഞാൻ നോക്കിക്കോളാം. അതെ, സമയം കഴിഞ്ഞു. ഈ അവസ്ഥയിൽ ചെന്നാ കേട്ടില്ല, സ്വബോധത്തോടെ ചെന്നാലും കേട്ടില്ല. എടി മോളെ, അവിടെ കുറേ ആളുകളുണ്ട്, സമ്പത്തും ശേഷിയും അധികാരവും ഉള്ളവര്. എതിർത്ത് നിൽക്കാൻ ഞാനും നീ മാത്രമേ ഉള്ളൂ. സ്ഥിരബുദ്ധിയില്ല എന്നും പറഞ്ഞ് നീ കണിമംഗലത്ത് ചെന്ന് കേറണം. അവിടെ ചെന്ന് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. ഇനിയിപ്പൊ ബുദ്ധിസ്ഥിരതയില്ലാത്ത നീ രാധികയെ കൊന്നാ പോലും ഒരു കേസും ഉണ്ടാവില്ല. ഒരാൾക്കും നിന്നെ ശിക്ഷിക്കാനും പറ്റില്ല. അതൊക്കെ ഞാൻ ഏറ്റവും മുത്തശ്ശി. അവള് വരട്ടെ, അവളെ എങ്ങനെ വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയാം. വിട്ടുകൊടുക്കല്ലടി മോളെ. നിന്റെ ജീവിതം തട്ടിപ്പറിച്ചവളാ, അവളുടെ ജീവിതം നീ തട്ടിപ്പറിക്കണം. അമ്മയ്ക്ക് സുഖമില്ലടാ. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ എല്ലാരും കൂടി കണിമംഗലത്ത് നിന്ന് പുറത്താക്കി. സിയെ കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നു. വലിയച്ഛൻ പോലും ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവരെല്ലാം രാധിക കയ്യിലെടുത്തിരിക്കുക. രാധിക എന്തു പറയുന്നു അതനുസരിച്ചാ കണിമംഗലം ഇപ്പോൾ ചലിക്കുന്നത്. അമ്മയും ഏട്ടത്തെയൊക്കെ ഏത് നിമിഷവും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ നീങ്ങിയില്ല. ആ പ്രിയങ്കയുടെ കാര്യം എങ്ങനെയാ? അവളുടെ മാനസിക നില ശരിയായിട്ടില്ല. ശരിയായ ഉടൻ തന്നെ ഞാൻ അവളെ കോടതിയിലെത്തിക്കും. അച്ഛൻ പേടിക്കണ്ട. ഞാൻ പുറത്തിറങ്ങിയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത്രയും സമയം അതിനുവേണ്ടി കാത്തിരിക്കാൻ വയ്യ. ഇനി ഇതെല്ലാം ചെയ്യേണ്ടത് നീയാ. അച്ഛൻ പറഞ്ഞു, ഞാൻ ചെയ്യാം. അമ്മ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച സ്വർണ്ണമില്ലേ, അത് വിറ്റ് കിട്ടുന്ന പണം സിയെ ഏൽപ്പിക്കണം. എന്തിന്? അയാൾക്ക് നമ്മൾ ഒരുപാട് പണം കൊടുത്തല്ലേ? പണം അയാൾക്കുള്ളതല്ല, മറ്റൊരാൾക്കാ. വേറൊരാൾക്കോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ വരുണ്യോ രാധികയോ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിയുടെ കാര്യം അങ്ങനെ തന്നെയാ. അവര് രണ്ടുപേരും ഇല്ലാതാകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സിഐ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ബിസിനസ് രംഗങ്ങളിലൊക്കെ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ള ഒരുത്തനാ. ബിസിനസ്സുകാരനോ? മരണത്തിന്റെ ബിസിനസ്സുകാരൻ. വലിയ വലിയ ബിസിനസ്സുകാർക്ക് ചിലരെയൊക്കെ ഒതുക്കേണ്ടി വരുമ്പോ അവനെയാണ് വിളിക്കുക, ശത്രുവിനെ കൊല്ലാൻ. അച്ഛാ, അങ്ങനെ ഒരു കില്ലറൊക്കെ വിളിച്ചു വരുത്തി ഇതിൽ ഇടപെടുത്തിക്കേണ്ട കാര്യമുണ്ടോ? നീ ഞാൻ പറഞ്ഞ അനുസരിച്ചാ മതി. വരുണ്യൻ രാധികയെ ഇല്ലാതാക്കിയേ പറ്റൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തില് കണിമംഗലത്തും എനിക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. അതെല്ലാം ഈ വരുന്നവൻ ചെയ്തോളും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി അങ്ങോട്ട് നമ്മൾ ഈ ചുമതലപ്പെടുത്തുന്ന ആള് ഈ കർത്തവ്യം ചെയ്യുന്ന ദിവസം വരെ നീ എല്ലാവരുടെയും മുമ്പിലുണ്ടാവണം. ഒളിച്ചു നടക്കുകയോ സ്ഥലം വിടുകയോ ചെയ്യരുത്. രാധികയോ വരണോ മരിച്ചാൽ പോലും നിന്റെ പേരിൽ ഒരാരോപണം ഉണ്ടാവാൻ പാടില്ല. അച്ഛാ, നമ്മുടെ കയ്യിൽ ഒട്ടും പണമില്ലാത്ത സമയമാണ്.
കേസിന്റെ കാര്യങ്ങളൊക്കെ ചിലവാക്കാൻ വേണ്ടിയാ ഞാൻ അമ്മയെ കൊണ്ട് ഈ ആഭരണങ്ങൾ എടുപ്പിച്ചത്. അതുകൂടി നഷ്ടപ്പെടുത്തിയ കൂട്ടി വെച്ചിട്ട് എന്താടാ കാര്യം? കണിമംഗലത്തിന്റെ സകല സ്വത്തും മോഹിച്ചിരുന്ന നമ്മള് ഈ ഇത്തിരി കാശിന് വേണ്ടി ഒതുങ്ങി കൊടുക്കണോ? എത്ര ചെലവാക്കിയാലും കുഴപ്പമില്ല. നമുക്ക് നേടാനുള്ളത് കണിമംഗലമാണ്. എത്രയും പെട്ടെന്ന് സിഐയുടെ അടുത്ത് പണം ഏൽപ്പിക്കണം. ശരി അച്ഛാ. ഇതിനകത്ത് അച്ഛൻ ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ല. തരുന്ന ഭക്ഷണം പലപ്പോഴും ഞാൻ കഴിക്കാറില്ല. കുറ്റവാളിയായതിന്റെ പേരിൽ കിട്ടുന്ന ശിക്ഷയല്ല, തോറ്റുപോയതിന്റെ സങ്കടമാണ് മനസ്സിനെ വേദനിപ്പിക്കുന്നത്. എല്ലാത്തിനും ശേഷിയുണ്ടെന്ന് സ്വയം കരുതിയിരുന്ന കണിമംഗലം ചന്ദ്രശേഖരൻ തോറ്റുപോയത് ഒന്നുമല്ലാത്തൊരു പീറ പെണ്ണിന്റെ മുമ്പിലാ. അവളുടെ മരണവാർത്ത മാത്രമേ എന്നെ സന്തോഷിപ്പിക്കൂ. അതുമായിട്ട് നീ എന്നെ കാണാൻ വരാവൂ. ശരി അച്ഛാ, എല്ലാം ഞാൻ നോക്കിക്കോളാം. അതെ, സമയം കഴിഞ്ഞു. എന്നാ നീ വയ്ക്കോ. ശരി അച്ഛാ. അമ്മ എന്നെ കാത്തു നിൽക്കായിരുന്നോ? അതെ മോളെ. അച്ഛനെവിടെ? അകത്തുണ്ട്, മോള് വാ. അച്ഛാ, അച്ഛൻ എന്ത് പണിയായി കാണിക്കുന്നേ? പ്രിയങ്ക ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനും വാശി പിടിച്ചിരിക്കുക. എത്ര നാളത്തേക്കാ ഇതിങ്ങനെ? വേറെ ഒന്നുമല്ല മോളെ, കഴിക്കണമെന്ന് വിചാരിച്ച് എന്നിരുന്നാലും മനസ്സ് വരില്ല. അപ്പൊ എഴുന്നേറ്റ് പോരും. രണ്ടുപേരും ഭക്ഷണം കഴിപ്പിക്കാനാ ഞാൻ വന്നേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വരുന്നത് മോൾക്കൊരു ബുദ്ധിമുട്ടായില്ലേ? അച്ഛാ, എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നത് എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. മോളെ, ഞാൻ ഭക്ഷണം എടുത്തോണ്ട് വരാം. മോള് പ്രിയങ്കയെ ചെന്ന് വിളിച്ചിട്ട് വാ. അച്ഛാ, ഞാൻ പ്രിയയെ വിളിച്ചിട്ട് വരാം.